ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിക്രമിനും വേദയ്ക്കും വണ്ടി കിട്ടുകയാണേ. ആ ഡ്രൈവറെ കയറിക്കോളാൻ പറയും. വേദയെ വേഗം വിളിച്ച് കയറ്റുകയാണ് വിക്രം. അങ്ങനെ കയറി കഴിയുമ്പോൾ അയാളേക്കും എവിടെ പോവാ? അതെ, ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയത്. വഴി തെറ്റിപ്പോയി. അയാളേക്കും വഴി തെറ്റിപ്പോയെന്നോ? വിക്രം പറയും അതെ, അത് ഞാനും ഇവളും കൂടെ രാത്രി കാട്ടിലേക്ക് ട്രക്കിങ്ങിന് പോയതാ. കാട്ടിൽ വെച്ച് വഴി തെറ്റി അല്ലേ? അപ്പൊ ഏതറിയ അതെ അതെ. വീട് എവിടെയാ? തോട്ടപ്പടി. ഞങ്ങളെ ആ ടൗണിൽ ഇറക്കിയാ മതി. അയാൾ പറയും എനിക്ക് പോവാം. ആ എന്ന് വിക്രം പറയും. ആ കള്ളത്തരൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് ചിരി വരുന്നുണ്ട്. എങ്കിലും അവര് രക്ഷപ്പെട്ടു എന്നുള്ള സമാധാനമാണ് രണ്ടുപേരുടെയും മുഖത്തും. ആശ്വാസവും സന്തോഷമൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നാട്ടിലാണേ. മാഷവിടെ ബാങ്കിൽ പോയി വന്നിരിക്കണേ. എല്ലാവരും ചുറ്റിലുണ്ട്. ശ്രീജ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും. മാഷ അത് കുടിക്കാ. വിനായകൻ പറയും ഇങ്ങനെ ഒരാള് ഇതിന് പിന്നിലുണ്ടായിരുന്നോ, അതുകൊണ്ടാ ജപ്തി. വിശ്വം പറയും ബാങ്കിലെ അയാൾ പറഞ്ഞതുപോലെ നമുക്ക് ആ ശ്രീനിവാസനെ പോയി കണ്ടാലോ അച്ഛാ? അത് വേണ്ട, ഇനി അയാളുടെ മുന്നിൽ കൂടി പോയി താഴാൻ വയ്യ. അച്ഛന് രജിസ്റ്റേർഡ് ആയിട്ട് അയച്ച കത്തുകളെല്ലാം അവരുടെ കയ്യിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഒപ്പിട്ട് കൊടുത്താലല്ലേ അവർക്കത് കിട്ടൂ. അതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കാനാണോ വഴിയില്ലാത്തത് എന്നും മാഷ് പറയുമ്പോ നന്ദിനി പറയും എന്നാ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് നമുക്കും കൊടുത്താലോ? മാഷ് നോക്കുമ്പോ നന്ദിനി പറയും അല്ല, ഞാൻ ചോദിച്ചത്. വിനയം പറയും നീ ചോദിച്ചത് ശരിയാ നന്ദിനി. ജപ്തിയുടെ കാര്യങ്ങൾ പ്രോപ്പറായി അറിയിച്ചില്ലെന്ന് പറഞ്ഞ് നമുക്കൊരു ഇന്റൻഷൻ വാങ്ങിച്ചെടുത്താലോ? മാഷ് പറയും അതിന് ഞാൻ തന്നെ ഓടണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂട്ടിയാ കൂടില്ല. ഇത് കേൾക്കുമ്പോ കമല പറയും എങ്കിൽ പിന്നെ നിനക്കും വിശ്വത്തിനും അതങ്ങ് ചെയ്തൂടെ വിനായക. അത് കേൾക്കുമ്പോ അവരിങ്ങനെ പരസ്പരം നോക്കും. മാഷു പറയും അതുകൊണ്ടൊന്നും ഫലം ഉണ്ടാവില്ല കമല. ഇടിച്ചു പൊളിക്കാൻ അവര് JCBയുമായി വരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങണം. അതും കൂടെ കണ്ടു നിൽക്കാൻ വയ്യ. വിനായകൻ പറയും വിക്രമിനെ ആ വാസവന്റെ മോനെ കയറി തലേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മാഷു പറയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓരോ ദിവസം ഓരോ കുരിശെടുത്ത് തോളിൽ വെക്കാൻ നടക്കില്ലേ അവൻ. അനുഭവിക്കാൻ ബാക്കിയുള്ളവരും. അവനിപ്പോ എവിടെ പോയിന്ന് ആർക്കെങ്കിലും ഒരു വിവരമുണ്ടോ? അപ്പൊ വിശ്വം പറയും അവൻ എവിടെ പോയതാന്ന് പോലും ഒന്ന് വിളിച്ചറിയിച്ചില്ലല്ലോ. ശ്രീജ പറയും വിക്രമിനെ മാത്രമല്ലല്ലോ, വേദയും കാണാനില്ലല്ലോ. നന്ദിനി പറയും അപ്പൊ തന്നെ ഉറപ്പിച്ചൂടെ രണ്ടുപേരും കൂടെ മാറി നിൽക്കണമെന്ന്. എല്ലാവരോടും കളിക്കുന്നത് പോലെ ഈ വാസവനോട് കളിച്ചാൽ ശരിയാവില്ലെന്ന് അവൾ അവനെ പറഞ്ഞു മനസ്സിലാക്കി കാണും. എല്ലാം ഒന്ന് തണുക്കുന്നത് വരെ രണ്ടുപേരും കൂടെ മാറി നിൽക്കുന്നതായിരിക്കും. അവളല്ലേ ആളെ, അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ലല്ലോ. കമല പറയും എനിക്ക് നല്ല കാര്യം. അപ്പോ അങ്ങോട്ടൊരു വണ്ടി വരണേ. എല്ലാരും നോക്കുമ്പോ വാസവനമ്മയും അയാളുടെ ആൾക്കാരുമാണ് വരുന്നത്. നമസ്കാരം അമ്മേ എന്ന് കമലമ്മയോട് പറയും. കമല ഒന്നും മിണ്ടുന്നില്ല. നമസ്കാരം മാഷേ. നമസ്കാരം എന്ന് പറഞ്ഞ് മാഷ് എഴുന്നേൽക്കും. അപ്പൊ അയാൾ പറയും നമസ്കാരം പറയുമ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചൂടെ മാഷേ? ഹോ, വീട് ജപ്തി ചെയ്യാൻ പോകുന്നതിന്റെ വിഷമത്തിലാണല്ലേ? അപ്പൊ പിന്നെ ചിരിച്ചിട്ടില്ലെങ്കിലും സാരമില്ല. അപ്പൊ കൂടെയുള്ള ആള് പറയും അതെ അതെ. MLA പറയും തലയാട്ടാതെ പറയടോ. അപ്പൊ അയാൾ പറയും അതെ അതെ. മാഷ് എന്താ എന്നെ പുറത്തുതന്നെ നിർത്താനാണോ ഉദ്ദേശം? അകത്തേക്ക് വിളിച്ചൂടെ? അപ്പൊ മാഷ് പറയും വന്ന കാര്യം പറയാൻ അവിടെ നിന്ന് തന്നെ പറഞ്ഞാൽ മതി, അത് തന്നെ ധാരാളം. എന്നാ വാസവൻ അകത്തേക്ക് കയറും. അതായത് ഉമ്മർത്ത് കയറിയിട്ട് മാഷോട് പറയും വന്ന സ്ഥലങ്ങളിലെല്ലാം വാസവനെ അകത്ത് കയറി പറഞ്ഞിട്ട് ശീലമുള്ളൂ. അത് കളരിക്കൽ സുധാകരന്റെ വീടാണെങ്കിലും ആരന്റെ തന്ത ഉണ്ടാക്കിയ വീടാണെങ്കിലും. ഇത് കേൾക്കുന്ന മാഷിനും ദേഷ്യം വരുന്നുണ്ട്. കമല വേഗം കയ്യിൽ പിടിക്കണേ. നിന്ന് തിളക്കാതെ അകത്തേക്ക് വാ മാഷേ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് കയറി പോവാണേ. വിഷം പറയും അയാളോട് ചൂടാവാൻ നിൽക്കണ്ട, അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ഇനി വിക്രം അയാളുടെ കസ്റ്റഡിയിലാണെങ്കിലോ? വിനയം പറയും അച്ഛൻ വാ, നമുക്ക് അയാൾക്ക് പറയാനുള്ളത് എന്താന്ന് കേൾക്കാലോ. അങ്ങനെ ഇവർ അകത്തേക്ക് കയറുമ്പോണ്ടാവും അയാളെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നേ. എല്ലാവരും എത്തിയടാ എന്ന് അയാളുടെ ആൾക്കാരോട് ചോദിക്കുമ്പോ എത്തി, എങ്കിൽ നീ ആ കസാര അങ്ങോട്ട് തിരിച്ചിട് നടുക്കില്. അയാൾ അതുപോലെ ചെയ്യുമ്പോ വാസവൻ ആ കസാരയിൽ വന്നിരുന്ന് എല്ലാവരെയും നോക്കും. എന്നിട്ട് കാലിന്റെ മുകളിൽ കാലും കയറ്റി വെച്ചിരിക്കുക. മാഷ് ഇരിക്കേ. മാഷിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ട്. അയ്യോ എന്തൊരു ചൂടാ, ആ ഫാൻ ഇടടോ. മാഷ് പറയും കറണ്ട് ഇല്ല. ഓ അത് മറന്നോ, ഇവിടുത്തെ പോസ്റ്റിൽ കയറി ശരിയാക്കാനുള്ള ആള് വന്നില്ല അല്ലേ? എന്താ ആള് വരാത്തത്? മാഷ് പറയും അത് കട്ട് ചെയ്തവനല്ലേ പറയണ്ടത്. വാസവൻ പറയും അപ്പൊ അത് മനസ്സിലായല്ലേ? അതെ മാഷ്, ഞാൻ തന്നെയാ ഇത് ചെയ്യിച്ചത്. അതിന്റെ കാരണം എന്താന്ന് മാഷിന് അറിയാലോ. ഇനി മാഷ് അവരെ ഇങ്ങ് വിട്ടു തന്നേക്ക് എന്ന് പറയുന്ന കേൾക്കുമ്പോ മാഷയ്ക്കും ആരെ? വാസവൻ പറയും വിക്രമിനെയും വേദയെയും. അത് കേൾക്കുമ്പോ എല്ലാവരും ഞെട്ടിപ്പോകും. വിശ്വം പറയും അവരിങ്ങോട്ട് വന്നിട്ടില്ല. എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? കമല പറയും ഇല്ല, എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എങ്ങോട്ടാ പോയതൊന്നും പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ എവിടെയാന്നും അറിയില്ല. വാസവൻ പറയും അവൻ വിളിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവള് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കില്ല. വിഷം പറയും ഇല്ല സാർ, ആരും വിളിച്ചിട്ടില്ല. അയാൾ ഈ പനിയെ പോലെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ചലിക്കും. എന്നിട്ട് എഴുന്നേറ്റിട്ട് പറയും സഹകരണ ബാങ്കുകാർക്ക് ഈ വീട് ജപ്തി ചെയ്യാൻ 15 ദിവസം വേണം. ഇനി അത്രയും ദിവസം കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് അവരെ വിട്ടുതരാൻ ഉദ്ദേശമില്ലെങ്കിൽ ഞാൻ ഈ വീടിനങ്ങ് തീയിട്ടേക്കാം. അത് കേൾക്കുന്ന അവരാകെ പേടിക്കും. വാസവൻ പറയും ഞാൻ ഏൽപ്പിക്കുന്ന ഏത് സമയത്ത് അത് ചെയ്യാന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് സൂക്ഷിക്കേണ്ടി വരും. ഉറങ്ങുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ നല്ലതാ, മനസ്സിലായോ? മാഷുറിയും ഒരു വീട്ടിലെ ആൾക്കാരെ പച്ചയ്ക്ക് കത്തിക്കുന്നു പറഞ്ഞ് അങ്ങനെ ഇറങ്ങി പോവാണോ? ഇതെന്താ വെള്ളരിക്ക പട്ടണോ? ഇവിടെ പോലീസ് നിയമമൊക്കെ ഉണ്ട്.
അപ്പൊ വാസവൻ പറയും ചെന്ന് പരാതി കൊടുക്ക്, വരട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അയാൾ പോയി കഴിഞ്ഞാൽ ഇവരുടെ പേടി കൂടുകയാണേ. മാഷേ, എന്താ അവര് പറഞ്ഞിട്ട് പോയത്? അപ്പോ വിക്രമിനും വ്യതയും കിട്ടിയ അയാളെ എന്ന് വിശ്വം പറയുമ്പോ കമലമ്മ ഒന്നുകൂടെ പേടിക്കും. എല്ലാവരും. വിനായകൻ പറയും, സംശയമുണ്ടോ? ബാക്കി വെച്ചേക്കത്തില്ല. എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് അമ്മ നെഞ്ചത്ത് കൈവച്ചിരിക്കണേ. ആകെ ടെൻഷനിലെ ശ്രീജ അമ്മേന്ന് വിളിച്ച് അടുത്തേക്ക് ചെല്ലും. എന്നാ മാഷിനൊന്നും പറയാൻ പറ്റുന്നില്ല. അവരെല്ലാവരും വല്ലാത്ത ഭയത്തോടു കൂടി അവിടെ ഇരിക്കുന്നത്. ഇതേ സമയം വിക്രം വേദയും കൂടെ കാട്ടിന്ന് തിരികെ വരുന്നുണ്ട്. വേദ ഈ സമയം നല്ല സന്തോഷത്തിലാ. വിക്രമിനെ നോക്കി ഇങ്ങനെ ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്. ആ വണ്ടിയുടെ സൈഡിൽ ഇരുന്നോണ്ട്, അതായത് ഇത്രയും ദിവസം അവർ കാട്ടിലുണ്ടായപ്പോ വിക്രം തന്നെ കെയർ ചെയ്ത കാര്യങ്ങൾ ആലോചിച്ചാ വേദ സന്തോഷത്തിലിരിക്കുന്നത്. ഇതേസമയം നാട്ടിലാണെങ്കിൽ മാഷൊക്കെ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്കിലും എല്ലാവരും നല്ല ടെൻഷനോടെ നിൽക്കുന്നത്. എല്ലാവരും അടുത്ത് തന്നെ ഉണ്ട്. ഇങ്ങനെ മിണ്ടാതിരുന്നോണ്ട് ആയോ എന്ന് നന്ദിനി ചോദിക്കുക. ഒരു ഭാഗത്തെ ജപ്തി ഭീഷണിയായിട്ട് ബാങ്കുകാര്, മറുവശത്തെ വാസവൻ MLA-യും ചെകുത്താനും കടലിനും ഇടയിലായി കേട്ടിട്ടേ ഉള്ളൂ. ജീവിതത്തിൽ ഇപ്പോ ആ അവസ്ഥയിലാ. മാഷിങ്ങനെ നോക്കുമ്പോ നന്ദിനി പറയും, അല്ല, ഞാൻ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. വിനായകൻ പറയും, നീ പറഞ്ഞതിലും കാര്യമുണ്ട് നന്ദിനി. അങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെയാ വിക്രം കൊണ്ട് എത്തിച്ചത്. വിശ്വം പറയും, അങ്ങനെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു നിൽക്കാതെ ഇതിനെ രക്ഷപ്പെടാനുള്ള വഴി കണ്ടുപിടിക്കും. കമല പറയും, ഇനി അതിനും അച്ഛൻ തന്നെ വഴി കണ്ടുപിടിക്കണോ? മൂത്ത 2 ആൺമക്കൾ ഉണ്ടായിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ശ്രീജ പറയും, ഒരു വക്കീലിനെ കണ്ട് ഇന്റൻഷൻ വാങ്ങിക്കാന്നൊക്കെ അന്ന് പറഞ്ഞതല്ലേ? വിശ്വം പറയും, ഞാൻ വക്കീലിനെ കണ്ടിരുന്നു. ബാങ്ക് ഓൾറെഡി കണ്ടുകിട്ടിയ സ്ഥലമായതുകൊണ്ട് ബുദ്ധിമുട്ടാവുന്നാ പറഞ്ഞത്. പിന്നെ എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് റവന്യൂ മന്ത്രിയെ കണ്ട് ജപ്തി തൽക്കാലത്തേക്ക് മരവിപ്പിക്കാൻ ഒരു നോട്ടീസ് വാങ്ങിക്കാന്നുള്ളത് മാത്രമാണ്. പക്ഷെ ആ വകുപ്പ് വാസവന്റെ പാർട്ടിയാ ഭരിക്കുന്നത്. അയാളെ വഴിമുടക്കിയ സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് എത്താൻ കൂടി പറ്റില്ല. കമലയ്ക്കും അപ്പൊ പിന്നെ എന്ത് വേണമെന്നാ? വിനയം പറയും, ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. അച്ഛൻ ചെന്നേ ആ വാസവന്റെ കാലിൽ വീഴണം. ഇത് കേൾക്കുമ്പോ കമല അങ്ങ് ഞെട്ടും. കമല മാത്രമല്ല മാഷും ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ വിഷുവും ശ്രീജയൊക്കെ ദേഷ്യത്തോടെ വിനായകരെ നോക്കുക. കമല പറയും, ഇപ്പൊ നാണം കെട്ടവനെ. അച്ഛന്റെ മുഖത്ത് നോക്കി, നിനക്കത് പറയാൻ തോന്നിയില്ല? ഇന്ന് വരെയും ആരുടെയും കാല് പിടിക്കേണ്ട അവസ്ഥ അച്ഛന് വന്നിട്ടില്ല. ഇല്ലായ്മയിലും വല്ലായ്മയിലും തല ഉയർത്തിപ്പിടിച്ച് അച്ഛൻ ജീവിച്ചിട്ടുള്ളൂ. വിനായകൻ പറയും, ഇതിപ്പോ തല താഴ്ത്തിയത് ഞങ്ങള് കാരണമല്ലല്ലോ, അമ്മയുടെ പുന്നാര മോനും മരുമകളും കാരണമല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം ബാങ്കിന് വിട്ടുകൊടുത്തിട്ട് അച്ഛമ്മയുടെ കൂടെ പോയി നിൽക്കണം. അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. അതെന്താ അച്ഛന് പറ്റാത്തത്? വിനായകൻ പറയുന്ന കേൾക്കുമ്പോ വിശ്വവും പറയും, അതെ അച്ഛാ, അച്ഛനെന്താ അതിന് പറ്റാത്തത്? മാഷൊന്നും മിണ്ടില്ല. കമല പറയും, അപ്പോ ഒരു ജീവിതകാലം മുഴുവൻ കൊണ്ട് അച്ഛൻ സ്വരുക്ക് കൂട്ടിയതെല്ലാം പൊക്കോട്ടേന്ന് അല്ലേ? കമല എന്ന് വിളിച്ച് മാഷ് അവിടെ നിന്ന് എഴുന്നേൽക്കും. അത് തന്നെയാ അവര് പറഞ്ഞത്. അച്ഛൻ നേടിയതല്ലേ പോയുള്ളൂ. അച്ഛൻ സമ്പാദിച്ചത് അവിടെ ഉണ്ടല്ലോ. ഇനിയുള്ള കാലം അതും വിഴുങ്ങി ജീവിച്ചാ പോരെന്ന്. വേറൊരു മാവുള്ളപ്പോ ഇത്തിൾ കണ്ണികൾക്ക് എന്തിനു ടെൻഷൻ? അകത്ത് ചില്ല ചീഞ്ഞാലെന്ത്, വേര് മരവിച്ചാലെന്ത്, ചില്ല പൊളിഞ്ഞാലെന്ത്? അവസാനം ജന്മം വരെ അങ്ങനെ ജീവിക്കണം എന്നാണല്ലോ അവർക്ക്. നേടിയവനെ നഷ്ടത്തിന്റെ വില അറിയോ? അതിന്റെ പങ്കുപറ്റി ജീവിച്ചവർക്കറിയില്ല. വിശ്വം പറയും, അച്ഛാ, അത് നഷ്ടപ്പെടാതിരിക്കാനാണ്. മാഷ് പറയും, മിണ്ടിപ്പോവരുത്. ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തില് ആരും എന്നെ ഉപദേശിക്കണ്ട. എന്റെയും കമലയുടെയും കാര്യത്തില് ആരും വിഷമിക്കാൻ വേണ്ട. പക്ഷെ ആ ഒരു നിമിഷം വരെ എന്റെ കൂടെ ജീവിക്കാൻ എന്റെ മക്കൾക്കിടയുണ്ടാവൂ. അത് കഴിഞ്ഞാൽ ഓരോരുത്തരും സ്വന്തം വഴി നോക്കിക്കൊള്ളണം. ഇത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടും. നന്ദിനി പേടിച്ച് വിനായകനെ നോക്കുക. പിന്നാലെ ഒരുപാട് വലുപ്പമുള്ള വീട് അച്ഛന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് കരുതി അങ്ങോട്ട് പോവാന്ന് ആരും കരുതണ്ട. അച്ഛമ്മയുടെ കാലശേഷം അതെങ്ങനെ നിക്കണമെന്ന് അച്ഛൻ നേരത്തെ വിൽപ്പത്രം എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാ. ബന്ധപ്പെട്ടവര് തീരുമാനിച്ചോളും തറവാടിന്റെ ഭാവി എന്ന് പറഞ്ഞ് മാഷ് അവിടുന്ന് പോകുമ്പോ കമലയും പിന്നാലെ പോവാം. ഇവര് 4 പേരും അവിടെ നിൽക്കും. നന്ദിനി പറയും, നിങ്ങളിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിനായകനെ അകത്തേക്ക് വിളിച്ചോണ്ട് പോകും. ശ്രീജ, വിശ്വട്ട, അച്ഛന് നല്ല വിഷമമുണ്ട്. ജപ്തി ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഉള്ളത് നഷ്ടപ്പെടുമ്പോ അത് കണ്ടു നിൽക്കാന്ന് പറഞ്ഞാ നമ്മൾ എന്ത് ചെയ്യാനാ ശ്രീജയെ? നമുക്ക് 2 പേർക്കും കൂടി ചെന്ന് ആ വാസവനെ ഒന്ന് കണ്ടാലോ? ചെന്ന് കാല് പിടിക്കാം നമുക്ക്. വിശ്വം പറയും, അതുകൊണ്ട് അയാളെ പിന്മാറുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? നിന്റെ മനസ്സ് നല്ലതാ. പക്ഷെ ലോകത്തിലെ എല്ലാവരും അതുപോലെ ആയിരിക്കുന്നേ നീ വിചാരിക്കരുത്, കേട്ടല്ലോ? അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിനയനും നന്ദിനിയും കൂടെ സംസാരിക്കണേ. എന്താ മനുഷ്യ നമ്മൾ കേട്ടത്? വിനയം പറയും, നീ കേട്ടതന്നെയല്ലേ ഞാനും കേട്ടത്. തറവാട് എന്ത് ചെയ്യാൻ പോകുന്നാ പറഞ്ഞത്? അതിപ്പോ എനിക്കറിയോ? ഹോ, എന്തൊക്കെയായിരുന്നു? റിസോർട്ട്, ഹോം സ്റ്റേ, അയ്യോ എന്ന് പറഞ്ഞ നന്ദിനിക്കൊരു ഇറുക്കപ്പുറതില്ല. അത് ചെറിയച്ഛനും കൂടി തീരുമാനിച്ചാലേ നടക്കുള്ളൂ. ഓ ചെറിയച്ഛൻ, നിങ്ങക്ക് നിങ്ങളുടെ ചെറിയച്ഛനെ മര്യാദയ്ക്ക് ചെയ്യേണ്ട ഓർമ്മയെങ്കിലും ഉണ്ടോ? അങ്ങനെ അതൊക്കെ ഉപേക്ഷിച്ചെന്നേ പോയതാണ്. അച്ഛമ്മയുടെ കാലശേഷം അത് നമുക്ക് വന്ന് ചേരുന്നായിരുന്നു എന്റെ ഒരു പ്രതീക്ഷ. ഇപ്പൊ അതും പോയി. നിങ്ങളുടെ അച്ഛന്റെ പേര് സുധാകരൻ മാഷ് എന്നല്ല, സർവോദയം സുധാകരൻ. എല്ലാവരുടെയും ഉദയവും ഉന്നമനൊക്കെ വേണം. പക്ഷെ സ്വന്തം മക്കളെ അധോഗതിയാവണം. സ്വന്തമായി ഉണ്ടാക്കിയ ജെത്തിയായി പോയി, തലമുറയായി കിട്ടിയത് ദാനം ചെയ്തും പോയി.
ഹോ ഇങ്ങനെയും ചില മനുഷ്യര് എന്ന് പറഞ്ഞ് നന്ദിനി പോകാൻ തുടങ്ങുമ്പോ വിനയം പറയും, നീ അവിടെ നിന്ന് ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞ് ആ മേശയുടെ തുമ്പിലിരിക്കാൻ പറയും. നീ വരുമ്പോ നിന്റെ വീട്ടിൽ നിന്ന് എന്തുവാ കൊണ്ടുവന്നത്? നിന്റെ വീട്ടിലെ കല്യാണത്തിന്റെ ചെലവെന്ന് പറഞ്ഞിട്ട് വീട് എഴുതി കൊടുത്തത് നിന്റെ ആങ്ങളയ്ക്കല്ലേ? ആ അതെ, അവന്റെ പേരിലാണെങ്കിലും എനിക്ക് ഇടയ്ക്ക് ചെന്ന് നിൽക്കാൻ തടസ്സമൊന്നും ഇല്ലല്ലോ. മാത്രമല്ല കല്യാണത്തിന് അത്യാവശ്യ സ്വർണ്ണൊക്കെ അച്ഛൻ എനിക്ക് തന്നതാ. ഇപ്പോഴത്തെ വില അനുസരിച്ച് ഞങ്ങളുടെ ഒരു തുണ്ട് ഭൂമി വിറ്റാ കിട്ടുന്ന പകുതി വില ആ സ്വർണത്തിനുണ്ട്. അപ്പൊ അനിയനും എനിക്കും അച്ഛൻ തന്നത് ഒരുപോലെ തന്നെയാണ്. എന്നിട്ട് അതിന്റെ പകുതി കൂടുതലും വീടിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ അവൻ തന്നെയല്ലേ വാങ്ങിച്ചോണ്ട് പോയത്. നന്ദിനി പറയും, ഓഹോ അപ്പൊ നിങ്ങൾ കണക്ക് പറയണോ? വിനായകൻ പറയും, അല്പം മുമ്പ് നീയും ചെയ്തത് അത് തന്നെയല്ലേ? നന്ദിനി പറയും, ഞാൻ പറഞ്ഞതേ നിങ്ങൾക്ക് കിട്ടേണ്ട നിങ്ങളുടെ അവകാശത്തെ കുറിച്ചാണ്. പക്ഷെ കല്യാണത്തിന് തന്ന ആഭരണത്തെ കുറിച്ച് ചോദിക്കുന്നത് സ്ത്രീധനത്തെ കുറിച്ച് ചോദിക്കുന്നതിന് തുല്യാണ്. അത് നിയമത്തിന് മുന്നിൽ കുറ്റാണ്. എങ്കിൽ പിന്നെ വീട് അനിയന് മാത്രമായിട്ട് എഴുതി കൊടുക്കാൻ പറയില്ലായിരുന്നല്ലോ. ഓ അത് ശരി, ഒരു 6 സെന്റും പുരയിടവും ഉള്ളതുപോലെയാണോ നിങ്ങളുടെ തറവാട് വീട് നിൽക്കുന്നത്? എടി വലിപ്പമല്ലല്ലോ അവകാശത്തെ തീരുമാനിക്കുന്നത്. അതാ പറഞ്ഞത്, കാര്യത്തോടെടുക്കുമ്പോ നിങ്ങൾ അച്ഛനും മക്കളും ഒന്നാവും. ഇടിച്ചു നിരത്തിയാലും ജപ്തി ചെയ്ത് പോയാലും ഇനിയിപ്പോ തീയിട്ട് ചുട്ടാലും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. വന്നു കയറിയ പെൺകുട്ടികൾ മാത്രം പുറത്തല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. പക്ഷെ വന്നു കയറിയ പെണ്ണുങ്ങൾക്കിടയിലും ഐക്യൊന്നും ഇല്ലല്ലോ. വേദ എങ്ങനെ പുറത്താക്കണം എന്നാണല്ലോ നീയോ ആഗ്രഹിക്കുന്നത്. തരം കിട്ടിയ ശ്രീചേർത്തിയെയും നീ തള്ളി പറയും. ദേവനേട്ടാ തോന്നിയാസം പറയരുത്. അപ്പൊ വിനയം പറയും, എടി അങ്ങനെ പറഞ്ഞതല്ല, നമുക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരേ സ്വഭാവമല്ലേ. നിന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെ ഒഴിവാക്കി സ്വന്തം ആൾക്കാരെ ഒഴിവാക്കി ജീവിക്കുന്നതിനുള്ള താല്പര്യം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ദാമ്പത്യ ബന്ധത്തിലെ ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് മോള് ചെല്ലേ, ലേലത്തിൽ വെക്കുമ്പോ എന്റെ കയ്യിലുള്ള ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ് പാർട്ടിയെ കൊണ്ട് ഞാനിത് വാങ്ങിപ്പിക്കും. എന്നിട്ട് മറിച്ച് വിൽക്കും. ഒരു 40% കൂടുതൽ കിട്ടുന്ന രീതിയിൽ വിൽക്കാൻ എന്നെ കൊണ്ട് പറ്റും. നഷ്ടമില്ലാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഏകമകൻ ഞാനായിരിക്കും. പിന്നെ തറവാട് അക്കാര്യം നീ എനിക്കിവിടെ അതിന് സമയമുണ്ടല്ലോ. എടാ ഭയങ്കര ഇതൊക്കെയായിരുന്നോ മനസ്സിലെ? നന്ദിനിക്ക് ഇപ്പോഴും ആശ്വാസമായത്. പിന്നെ നീ അഹങ്കാരമായിട്ട് ഇതിനി അവരോട് ചെന്ന് പറയൊന്നും വേണ്ടാട്ടോ. ഇല്ല ഉറപ്പ്. പിന്നെ ഇവിടുന്ന് മാറിയാലേ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. അത് വേണം കേട്ടോ. പിന്നെ വേണ്ടേ അങ്ങനെ പുതിയ വീട്ടിലേക്ക് പോയിട്ട് വേണ്ടേ നമുക്ക് ജൂനിയർ വിനായകനെ വരവേൽക്കാൻ എന്ന് പറഞ്ഞ ഓമന തിങ്കൾ കിടാവോ പാട്ട് പാടണേ. അതേ ഒരുപാട് സന്തോഷം വേണ്ട, അവർക്ക് കണ്ട സംശയം തോന്നും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് നന്ദിനി അവിടുന്ന് പോകും. പോയി കഴിഞ്ഞാൽ വിനായകൻ പറയും, അവൾ അച്ഛനിട്ട പേര് കൊള്ളാം, സർവോദയം സുധാകരൻ ചേരും എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. അങ്ങനെയാണ് ഈ ഭാഗം കഴിയുന്നത്. പിന്നെ അടുത്ത വീക്കിലെ പ്രൊമോ വന്നിട്ടുണ്ട്. അതിലെ വിക്രവും വേദയും തിരികെ വീട്ടിലേക്ക് വരുന്നതാണ്. ആ വരവിലും അവര് എന്തൊക്കെയോ ആഘോഷിക്കുന്നുണ്ട്. അതായത് അവരെ കെട്ടിയിട്ട സ്ഥലത്ത് കൂടെയൊക്കെയാണ് അവര് വരുന്നത്. ഇതേ സമയം വേദയുടെ അമ്മയായിട്ട് കമല സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്നും വിക്രമിനെയും വേദയെയും വേർതിരിച്ചു തരണം എന്നൊക്കെയാണ് അവര് സംസാരിക്കുന്നത്. അതിന്റെ പ്രകാരം കമല വേദയോട് അവിടുന്ന് പോണെന്ന് തർപ്പിച്ച് പറയണേ. അപ്പോ ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഭാഗത്തിനൊക്കെയായിട്ട് വെയിറ്റ് ചെയ്യാം. റിവ്യൂ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്